Assalamu alaikum. Eid Mubarak to everybody. എന്റെ തലകൊണ്ട് ചുടുന്നു. അവിടെ കാണിക്കുമല്ലോ. ഇങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ്സ്. ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. ഈദ് മുബാറക്. യെസ് യെസ്. നല്ല നേരം വൈകിയതല്ല, മേക്കപ്പും ഡ്രസ്സ് ഇടലും. ഞാനാണെങ്കിൽ ഇന്നലെ അയൺ ചെയ്ത് വെച്ചില്ല. രാവിലെ എനിക്ക് അയൺ ചെയ്യലും രാവിലെ എനിക്ക് അയൺ ചെയ്യലൊക്കെ ആയിട്ട് നല്ല തിരക്കായി പോയി. ഇപ്പൊ തന്നെ ഇപ്പൊ 6:50 ആയി. ഈദ്ഗാഹിന് പോവാണ്. അല്ല ഷിട്ടോ, ഈദ് മുബാറക്. യെസ്. അപ്പൊ ഈദ്ഗാഹിന് പോവാണ്. ഈദ് മുബാറക്. ചുറ്റിന് മൈലാഞ്ചി നോക്കട്ടെ. ഹായ് ചുറ്റു. ഹായ്. ഈദ് മുബാറക് പറ. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. റോഡൊക്കെ കാലിയില്ലേ? 51. കറക്റ്റ് 55 നടക്കുമോ? 7 മണിയാവും തോന്നണം എനിക്കോ. അശി വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ എത്തി. ഓ ബെസ്റ്റ്. ഒരിറങ്ങിണ്ടാവും. നമ്മള് എവിടെ എത്തിന്നാ അവള് ചോദിച്ചത്. അപ്പൊ ഞാൻ ഇല്ലടി ഇറങ്ങണുള്ളൂ, ഇറങ്ങിയിട്ടില്ല. ഓ ബെസ്റ്റ്. സൺസ്ക്രീനൊന്നും എടുത്തൂല്ല കേട്ടോ. ഇല്ല, ഞാൻ ഒക്കെ ഇട്ടു. ഞാൻ ഇതൊക്കെ ഉണ്ടല്ലോ, എന്റെ ഇതെല്ലാം കഴിഞ്ഞു. ഇവിടെ കെട്ടിയെടുത്ത് പാർക്ക് ചെയ്യുക പോരോ. ഇവിടെ എവിടെയും ഈ മരത്തിനുള്ളിലോ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, ജീവിതത്തിലെമ്പാടും നമ്മൾ കാത്തു സൂക്ഷിക്കുമെന്ന ഉറച്ച ചില തീരുമാനങ്ങളോട് മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനമെടുക്കുന്ന ഒരു ദിവസമായി ഈദിന്റെ ദിനം മാറേണ്ടതുണ്ട്. അതോടൊപ്പം ഈദ് ദിനത്തെ പരസ്പരമുള്ള സന്ദർശനങ്ങൾക്ക് ബന്ധം ചേർക്കലുകളിൽ ഉറപ്പിച്ചു നിർത്തി അല്ലാഹുവിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടുകളെ, നമ്മൾ ജീവിക്കുന്ന ഈ ഒമാനിനെയും അതുപോലെ നമ്മുടെ നാടിനെയും ഒക്കെ അല്ലാഹു എനിക്ക് 3 മതി. ഞങ്ങളെ ഒരുമിച്ചുള്ളൊരു 2 നല്ലത്, കുട്ടികളത് നല്ലത്, അങ്ങനെ എല്ലാത്തിനും അപ്പൊ തന്നെ 12 അറിയില്ലടി. ഇല്ലില്ല, ഫോട്ടോ കഴിഞ്ഞ ഫുഡ്
ഫോട്ടോ എന്റെ ഫുഡ് ഫോട്ടോ മുക്കിയമ്പിക്കലേ or I will die or I will you hold it for സാറ് വന്നില്ലല്ലോ ഞാൻ മുക്കാലായിട്ടല്ലോ ഇത് സെൽഫി ഈദ് മുബാരക് ടുഡേസ് ഈദ് ഇൻ ഒമാൻ Mama is taking video shoot too. ചുറ്റും ഓൾസോ ഉണ്ടല്ലോ നോക്കട്ടെ Sister Candy. ഇത് നിറച്ച് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഈദ് മുബാരക് Eid Mubarak. ഈദ് മുബാരക് Eid Mubarak. Shoot to come. ചുറ്റു ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് Eid Mubarak. മൈലാഞ്ചി കണ്ടോ മൈലാഞ്ചി കണ്ടോ മൈലാഞ്ചി കണ്ടോ മൈലാഞ്ചി കണ്ടോ ചുറ്റോനയിലുണ്ട് കാണിച്ചു ചുറ്റോ കണ്ടു 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 ഇനി ആ മൂന്ന് കാണിക്കട്ടെ മൂന്ന് ഈദ് മുബാരക് ശുദ്ധന്റെ ഹാൻഡിൽ ഈദ് മുബാരക് ഓക്കെ ഓക്കെ നമ്മൾ എടുക്കാൻ പോണേ ഫോട്ടോ എടുക്കാൻ പോണേ ആക്ച്വലി നമ്മള് ഈദ്ഗാഹ് കഴിഞ്ഞു ഈദ്ഗാഹ് കഴിഞ്ഞ് ഇപ്പൊ എത്ര മണിയായി 8 മണിയായോ രാവിലെ 8 മണി അപ്പൊ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് അയ്യോ അങ്ങനെ അപ്പൊ ഈദ്ഗാഹ് കഴിഞ്ഞു ഇനി ഞങ്ങള് ഫോട്ടോ എടുക്കാൻ പോവാണ് അമീൻ മോസ്കിലേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും ഉച്ചക്കല്ല നമ്മള് നേരെ ഫോട്ടോ എടുത്തു സൺഡേ ഉണ്ട് പക്ഷെ ഇത് 8 മണി ആയിട്ടുള്ളൂ ഒരു 1-2 o'clock ഉള്ളു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അപ്പൊ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ കിടന്നുറങ്ങും then evening കാണും your sound look ugly okay your makeup looks so ugly your smile looks so ugly that's why Ladies gay. Stop here. should be beautiful or ugly beautiful I know that one What? നമ്മള് പോണു നല്ല രസമുണ്ട് എടി ഇടണം കേട്ടോ നല്ല രസമുണ്ട് എടി ഷോർട്സ് ബൈ അസ്ന ഓക്കെ വിഷ്ണുവിന് മാത്രം കൊടുത്താൽ പോരാ ഇതിപ്പോൾ പിരികത്തിൻ്റെ അവിടെ നാടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എടി നല്ല രസമുണ്ട് നല്ല രസമുണ്ട് എന്തേ മിടുക്കിയാണ് മതി മുന്നിൽ തന്നെ വെച്ചേക്കാം കയ്യൊക്കെ എടുത്ത് സംസാരിക്കണം ഓക്കെ അല്ലേ റെഡി 1 2 3 നിങ്ങൾ കുറച്ച് dead completely dead
കംപ്ലീറ്റ്ലി ഡാൻസ് കളിച്ചു. ലാസ്റ്റ് മിനിറ്റില് ഞാന് ജംഷാന്റെ അടുത്തേക്ക് പോയത് നന്നായി, അല്ലെങ്കിൽ ഡാൻസ് മിസ്സാവുമായിരുന്നു. എല്ലാ പെരുന്നാളും നമ്മൾ കളിക്കാറുണ്ട്. എല്ലാ പെരുന്നാളിലും കളിക്കുന്ന സെയിം ഡാൻസ് സ്റ്റെപ്പ് വിത്ത് സെയിം കറക്കൽ വിത്ത് സെയിം ക്യൂട്ട്നെസ് വിത്ത് സെയിം മൈലാഞ്ചി സെയിം മേലാഞ്ചി. What else? ഇനി അടുത്ത പെരുന്നാൾക്കും ഇൻഷാല്ലാ ഇതേ ഡാൻസ്. another color of mailanji. Yes. Design. അയ്യോ ചത്തു. അങ്ങനെ ഇത് കഴിഞ്ഞിരിക്കുന്നു guys. ഇത് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നതോട് കൂടി ഫുഡ് കഴിച്ചിട്ട് നമ്മള് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മള് എങ്ങനത്തെ ചായ ഉറങ്ങും. ഇന്നത്തെ ഉറങ്ങും. ഇന്നത്തെ ഈവനിങ് ആവുമ്പോ ചായ കുടിക്കാറുണ്ട്. ഇന്നത്തെ ഡിന്നർ കഴിക്കും. എന്നിട്ട് പിന്നെ ഉറങ്ങും, പിന്നെ എണീക്കും, പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കും. റിപ്പീറ്റിംഗ് കൊള്ളാ. ഇത് കണ്ണും ബ്ലാക്കായി. ഞാൻ കരിഞ്ഞിട്ട് അവിടെ അതെ ഞങ്ങൾ കരഞ്ഞൊക്കെ ചെയ്തു വിശന്നിട്ട്. നല്ല ഫോട്ടോ പോസ് ചെയ്യാൻ മറന്നില്ല അല്ലേ? കറക്റ്റ് ഫോട്ടോ എടുത്തപ്പോ നീ ഓടിപ്പോയിരുന്നില്ല അവിടെ. എങ്ങനെയുണ്ട് ജംഷാന്റെ കമ്മൽ? ഇഷ്ടപ്പെട്ടു. വയ്യ. ഇത് എപ്പോഴും ഇങ്ങനെ ഇടുമ്പോ ഇത് നല്ല താഴ്ത്തു വരും. ഞാൻ സിമ്പിളാ. ഞങ്ങൾ പണ്ടേ സിമ്പിൾ ആവുന്നത്. അപ്പൊ ശരി ഫുഡ് കഴിക്കാൻ അല്ല മൈലാഞ്ചി കളിക്കട്ടെ. ജംഷാന്റെ എന്റെ കാണിച്ചു. ഇത് ഫസ്റ്റ് ആരൊക്കെ ഇട്ടത് പറഞ്ഞു കൊടുക്കില്ല. ഇത് ജംഷ, ഈ ഫുൾ ഹാൻഡ് ജംഷാൻഡി, ഇത് മിഡിലാൻഡി, ഇത് ഇമ്മ, എന്റെ ഇമ്മ. ഞാൻ ഇട്ട ബാക്ക് ഡിസൈൻ കാണിച്ചിരിക്കില്ല. ഷുട്ടുന്റെ ഗാർഡൻ കാണിച്ചു കൊടുക്ക്. ഗാർഡൻ അല്ലല്ലോ, എന്തെന്നാ അവള് പറഞ്ഞിരുന്നത്? ഹൗസ് പറഞ്ഞു കൊടുക്കുക. ഹൗസ് എന്തൊക്കെയുള്ള പറ. അതെ ഇതെന്താ? ട്രീ ഉണ്ട്, ഹൗസ് ഉണ്ട്, ഹൗസ്, ലീഫ്, ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈ. ഡൗണ് നോക്ക്. ഈ എവറൻ എന്താ പോനോ? അതെ അതെ എവറൻ നമ്മൾ സ്ഥിരം നിസാർക്കാസിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്നാണ്. കാണിക്ക് ന്യൂ ബാലൻസിന്റെ ഷൂ കാണിക്ക്. സെറ്റ്. ടയർഡായോ? ടയർഡായി. ചെവിക്ക് വേദന. ഊരിട്ടാലോ? ഊരിട്ടെ. സമാധാനം. സമാധാനം. അത് അതിലാണ് എടുത്തത്. ഓ അത് ഞാൻ ഇത് കഴിയണ വരെ ഇതാ നാളെ ഇതാ അങ്ങനെയല്ലേ. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലോ കഴിഞ്ഞു. സോ സാഡ്. ഗ്ലാസ്സും കണ്ടേ. ഞാൻ മറ്റേ ഇത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. മറ്റേ ബാർസലോയില് മറ്റേ ആ തണുത്ത ജ്യൂസ്, അടിപൊളി ഐസ് ഇട്ട ജ്യൂസ്. ഞാൻ വിഷ്വലൈസ് ദാറ്റ്. കിട്ടൂല. എനിക്കറിയാം ഭയങ്കര അടിപൊളിയായിരുന്നില്ലേ ഇത്? ഐസ് ഒക്കെ ഇട്ടിട്ട് അത് വേറൊരു രസമായിരുന്നു. ആ ഡ്രിങ്ക്സ് നമ്മള് സ്കൂളിൽ നിന്ന് കയറിയ പാട് ഡ്രിങ്ക്സ് കിട്ടിയിരുന്നു. അയ്യോ വയ്യ. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജൊക്കെ പോയി. ജിംഷിംഷിയാണ് എന്തോ അതിന്റെ കുറ്റം പറയണ്ടവിടെ. എന്റെ ഫുഡ് ഇപ്പൊ വരും. ഇപ്പൊ വരും ഫുഡ്. 1 മിനിറ്റില് വരും. 1 മിനിറ്റില്. വെള്ളം കോൾഡ് വാട്ടറാണ്. കോൾഡ് വാട്ടർ. അത് എമ്മിയാണല്ലോ. അത് എമ്മിയാണല്ലോ. നല്ല ചൂടുണ്ടല്ലോ.
എന്റെ കുട്ടി ഇരിക്കും പോലാ. അപ്പൊ ക്രിസ്പി ആയാലും പപ്പ ഇടണം. ആ മതി പോയിരിക്കും. പൊന്നു ഇരിക്കും പോലോ. വാ മാമ പോ മതി പൊന്നു. നെറ്റുണ്ടോ? You are my sun. നീ കൊള്ളുവാടോ വിളിച്ചു വീഡിയോയിൽ ഇട്ടിട്ട് അത് ആത്മായിട്ട് പപ്പനെ കിട്ടും. Let's make. ആ you are my best. കഴിഞ്ഞിട്ടില്ലല്ലോ അത്. പൊന്നു പറ. Papa give only one lollipop for Ado. Okay. And Papa give only one juice for Ado. And then the Papa give only one juice for Shuttu. അപ്പൊ ലോലിപോപ്പ് ചുറ്റും തന്നില്ല. Papa Mama, two things. Lollipop not given by Papa. Second thing, you know Shuttu what did? Shuttu take the straw of the Adu juice and put down. ചെയ്തില്ല അങ്ങനെ ചെയ്തില്ല. പപ്പ മലയാളം പപ്പ മലയാളം പപ്പ. പപ്പ ലൈ പറഞ്ഞോ? ഓക്കെ വെയിറ്റ് വെയിറ്റ്. ചുട്ടിന് എന്ത് കിട്ടി? ജ്യൂസ് കിട്ടിയോ? എത്ര ജ്യൂസ് കിട്ടി? വണ്ണല്ലോ. ചുട്ടു ഹോട്ടലിൽ കേറിയപ്പോ ഒരു ജ്യൂസ് കുടിച്ചില്ലേ? 2 ജ്യൂസ് ആയില്ലേ പൊന്ന? ഇന്നൊക്കെ എത്ര ജ്യൂസ് കിട്ടി? ആണോ? And Ado got only one lollipop and one juice. Okay. And Ado got 2 junk food and Shittu got only one junk food. Okay. Ado got too much. Ado got too much. ഫെയർ അല്ല പപ്പ. അത് അതിന് 2 തിങ്സ് കിട്ടി. ചുട്ടിനും ആകെ ഒന്നേ കിട്ടി. അതാരാ കൊടുത്തേ? നിഖിലങ്കിളാ കൊടുത്തു. ഇപ്പൊ വെയില് വന്നിട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിക്ക് പോണ്ടേ. ഇവിടെ എല്ലാരും പണിയെടുക്കാണ്. അതെ. നല്ല മട്ടൻ ഷുവ ഉണ്ട് കഴിക്കാൻ. യെസ്. ഈ എന്താ കാണിക്കണേ? വീഴൂല്ലേ? അയ്യോ, അങ്ങനെ ഈദ് കഴിഞ്ഞു. രാത്രി എന്താ കഴിഞ്ഞു എത്ര പെട്ടെന്നാ. രാവിലെ ആയത് മാത്രമേ ഓർമ്മയുള്ളൂ. രാവിലെ ആയി, പള്ളിയിൽ പോയി, നിസ്കരിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വന്ന് കുറച്ച് നേരം കിടന്നു. എനിക്കൊരു 10 മിനിറ്റ് കിടന്നു. ഉറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കിടന്നു. പിന്നെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, അപ്പം വെള്ളിയാഴ്ച ജുമ ഉണ്ടായിരുന്നു. പിന്നെ ജുമ പോയി. ഞാൻ പോയില്ല, മീൻസ് ആണുങ്ങൾ പോയി. അത് കഴിഞ്ഞ് നമ്മളിന്ന് ഫുഡ് ആക്ച്വലി ഫഞ്ചയത്തെ അറബ് വേൾഡിൽ നിന്നായിരുന്നു. നല്ല മട്ടൻ ഷുവ, അപ് ടു ദ പോയിന്റ്, അടിപൊളിയായിരുന്നു. എന്നിട്ട് നിഖിലും വിഷ്ണുവും കൂടെ അത് പോയി എടുത്തു. ഇവിടെ വന്ന് എല്ലാവരും കഴിച്ചു കുറേ നേരം ഇവിടെ എല്ലാവരും വർത്തമാനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. കുറേ പേരൊക്കെ ഉറങ്ങി കാണാൻ തോന്നി. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്നൊക്കെ ഫോൺ വിളിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ പറ്റിയില്ല. ബട്ട് ലിറ്ററലി എനിക്കിപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, കഴിഞ്ഞു, ഈദ് കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അങ്ങനെ അപ്പം അങ്ങനെ അപ്പം ജസ്റ്റ് ചായ കുടിക്കാൻ പോകാമെന്ന് വെച്ച് നിൽക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് രാത്രി 8:30 വോക്സിൽ നമ്മൾ ആട് 3ക്ക് ബുക്ക് ചെയ്തിക്കണം.
എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2-3 months ഒക്കെ ആയി നമ്മളൊരു സിനിമക്ക് പോയിട്ട്. ഉംറക്ക് പോയത് ഡിസംബറിലായിരുന്നേ. ഏതാ ലാസ്റ്റ് കണ്ട സിനിമ? ഏതാ ഓർമ്മ പോലും കിട്ടില്ല. മിനിമം എനിക്ക് ഒരു 4-5 മാസമായി ഉണ്ടാവും ഫിലിമിന് പോയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഫിലിമാണ്. പോവാം. ഇപ്പോൾ ആട് 3 8:30 അപ്പം അതിന് പോകണം. ആദ്യം ചായ കുടിക്കണം, അതിലൊക്കെ വരുമായിരിക്കും കൂടെ. പിന്നെ ആട് 3 പോകണം, അങ്ങനെയൊക്കെ. പിന്നെ ഇന്ന് ആക്ച്വലി ATM പോകണം. ATM പോകണമെന്ന് വെച്ചാൽ 4 റിയാൽ എടുക്കണം. 1 റിയാൽ ആക്ച്വലി ഇന്ന ഫുൾ നോമ്പ് എടുത്തിട്ടുണ്ട്. ഫുൾ നോമ്പ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഫുൾ നോമ്പ്. അവൾക്ക് 7 വയസ്സായിട്ടുള്ളൂ. ശരിക്കും നമ്മളിതിൽ അങ്ങനെ നോമ്പെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. 10 വയസ്സ് കഴിഞ്ഞിട്ടോ 11 വയസ്സൊക്കെ ആകുമ്പോഴാണ് അങ്ങനെ 1-2 എടുത്ത് നോക്കുക എല്ലാവരും. ഇവൾ ലിറ്ററലി ഫുള്ളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ഈദിയ കൊടുക്കണം, ഇന്നുവിന് കൊടുക്കണം റിയാൽ. പിന്നെ മൈലാഞ്ചിട്ട് എന്ന നിതുലയിലെ അവൾക്ക് ജസ്റ്റ് അവളും നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കും ചെറിയൊരു ഈദിയ. പിന്നെ അഞ്ചു ലിറ്ററലി അവളും ഫുൾ നോമ്പെടുത്തിരിക്കണ്. ഈവൻ അവൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ. നമ്മളൊക്കെ നോമ്പെടുക്കണമെന്ന് വെച്ചാൽ നമുക്കത് എടുത്തേ മതിയാവും. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ലൈക്ക് അവളൊന്നും എടുക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ലല്ലോ. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് എടുക്കാമെന്നല്ലാണ്ട് ഇവൾ ഫുൾ എടുത്തിരിക്കണം. 30 നോമ്പ് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവൾക്കും ചെറിയൊരു ഈദിയ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ പുണവയ്ക്ക് നോക്കി ആ കലമ്പായി പൊട്ട കളറായില്ല. അപ്പോൾ അതെടുക്കണം. അവർക്കൊക്കെ കുറച്ച് ജസ്റ്റ് ഈദിയ കൊടുക്കണം, സിനിമക്ക് പോകണം, അങ്ങനെയൊക്കെ നോക്കാം. ഞാൻ ആകെ പയ്യണ്ടായി, എൻ്റെ സൗണ്ടൊക്കെ പോയി. എന്താ അറിയില്ല, എനിക്ക് തോന്നുന്നു ഇന്നലെ ഫുൾ ഏസിട്ട് കിടന്നിട്ട് എന്താ അറിയില്ല, സൗണ്ടൊക്കെ പോയി. അപ്പം ശരി, പോട്ടെ. ആ കാറ് വേണോ? നമുക്ക് വാങ്ങാം, നാളെ തന്നെ പോയി വാങ്ങാം. വണ്ടി ആ ബിൽഡിംഗ് ആണ് നമ്മുടെ ഫ്ലാറ്റ് കേട്ടോ. ആ ബിൽഡിംഗ്, ദാറ്റ് ബിൽഡിംഗ്. വൈകുന്നേരം കൂടണ്ടേ? മാറ്റ് എഴുതിയ ബിൽഡിംഗ്, മാറ്റ് എഴുതിയ ബിൽഡിങ്ങിലത്. ഞാൻ ഫസ്റ്റ് അയച്ചു. ഫ്രീ റൈറ്റ് പൊടച്ചു. ഈ കട ജനങ്ങളൊക്കെ ഫ്രീ റൈറ്റ്. മഴ പെയ്ത്, ചെറുതായിട്ട് മഴ പെയ്ത്, മഴ ചാറി. യെസ്, ചാർന്നു, ചാറി എന്നും പറയാം. ഏത് ഫ്ലോർ പറഞ്ഞു കൊടുക്ക്. അതൊക്കെയറിയില്ല കേട്ടോ. പിന്നെ കഴിവുള്ളത് ഇപ്പൊ ഹെന്ന ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. നല്ലൊരു ബേക്കറുമാണ്. നല്ലൊരു ഹെന്ന ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞിട്ട്. പിന്നെ നല്ലൊരു ബേക്കറാണ്. സത്യം, അത് കഴിവുണ്ട് കേട്ടോ. ബേക്കറി നമ്മളെ കൂട്ടത്തിൽ ഒരാള് പോലും ബേക്കറല്ല. ഒരു മോഡലിംഗ് അതും സംഭവിച്ചു. ശരിക്കും പറഞ്ഞൊരു കഴിവേറിയാണ്. അസ്തക്ക് തന്നെ പെരുന്നാളെ അങ്ങനെ എണ്ണം വെക്കാണ് ഇപ്പൊ ജംഷിക്കാട് കഴിവില്ലാത്ത. അങ്ങനെ എണ്ണ വെക്കാണ് ജംഷിക്കാണ് തീരെ കഴിവില്ലാത്തത്. അപമാനം, അതാണ് നമ്മുടെ ഊർജം. അവരോട് റീച്ച് ചെയ്യുന്ന നമ്മളെ അവര് பர்சனலா ஒரு விஷயம் பேசணும். உட்காரு. ഇത്ര ഒച്ചയില് കടന്നല്ലോ. ഫുൾ വാറിന്റെ സീനും അതും ഇതൊക്കെ ആയിരുന്നില്ലേ. എങ്കിലും ഉറങ്ങി.
കസ്റ്റമർ. എങ്ങനെയുണ്ട് ആട് 3? എങ്ങനെയുണ്ട് പോരാ? എങ്ങനെയുണ്ട്? ഇതാ അമ്മ വന്നല്ലോ. ഞാൻ ആന്നൊക്കെ ഞാൻ എല്ലാം വെയിറ്റ് ചെയ്തു. ഇനി വല്ല ടൈലൻഡ് ഒക്കെ ഉണ്ടെങ്കിലോ? അത് ശരിയാ. നല്ല ഫണ്ണിയായിരുന്നു. ആണോ? പിന്നെ ഫാറൂഖ് അങ്കിൾ ഒന്നിനും ചിരിച്ചില്ല. ഫാറൂഖ് അങ്കിൾ അങ്ങനെ ഞാൻ എല്ലാത്തിനും ഫാറൂഖ് അങ്കിൾ ഇന്ന് പറയാ ഫാറൂഖ് അങ്കിൾ ഒന്നിനും ചിരിച്ചില്ല, ഇങ്ങനെ ഇരുന്നു. അത് സ്റ്റൈലാ? ഞാൻ തിരിച്ചിരുന്നില്ല. ഇങ്ങനെ ഓറ പോകും ചിരിച്ചു കഴിഞ്ഞാലോ. പക്ഷെ നല്ല എനിക്ക് കഴിഞ്ഞപ്പോ എനിക്ക് കഴിഞ്ഞോന്ന് തോന്നി. ഒരു എൻഡ് ആവാത്ത പോലെ തോന്നി. ഞാൻ ഇനി ഉണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് ആ പെണ്ണിനെ കഴിഞ്ഞ് ചിരി വന്നിട്ട് അവളെ പേരെന്തുവാ? സുരഭിശ്രന്ത. അവളെ ഫസ്റ്റ് എൻട്രി നല്ല ഭംഗിയില്ല കാണാൻ. പക്ഷെ നമുക്ക് അവളെ കാണുമ്പോ ചിരി വരും. മേക്കപ്പ് മാനിന് നല്ല കഷ്ടപ്പാടുണ്ട്. എല്ലാരും മേക്ക് ഓവർ കുറേ അല്ലേ. ആ ഇന്ദ്രൻസിന്റെ ഒക്കെ ജാസിന്റെ ഡ്രസ് ഇട്ട് ജാസിന്റെ കളർ ചേഞ്ച്. എടി കളർ ചേഞ്ച് നമുക്ക് ഓർഡർ ചെയ്തെടുത്താവും. ഫിലിം കഴിഞ്ഞു. അടിപൊളി, നല്ല പടം. കുറെ കാലത്തിന് ശേഷം നല്ല അങ്ങനെ ചിരിച്ചു എന്നുവെച്ചാൽ പിന്നെ ആ പാട്ടൊക്കെ മറ്റേ ഷാജി മസ്താൻ സലാബുദ്ദിക്കും അങ്ങനെ കുറെ എല്ലാവരും എൻട്രിയും അടിപൊളിയായിരുന്നു. കൊള്ളാം സൂപ്പർ. ജാസി റെഡും ബ്ലാക്കും ആണ്. ഇത് ഗ്രീനാണ്. അതാണോള് റീലിട്ടത്. നടക്കാൻ വയ്യ ഗസ്. ആ ജാസി ഇട്ട് ഈ ഡ്രസ് ഇട്ടതിന് ശരിക്കും ഡ്രസ് പുറത്ത് കിടക്കാൻ പറ്റുന്ന അവസ്ഥയായി. നല്ലൊരു ഒക്കേഷന് ഞാൻ ഇടാൻ പറ്റുന്ന ഡ്രസ് ആയിരുന്നു. ആ ചെക്കിനിട്ടതിന് ശേഷം അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. കാരണം ആ ചെങ്ങായിട്ട് ഇനി നല്ലൊരു പരിപാടിക്ക് എനിക്ക് ഇടാൻ പറ്റില്ല. ഫ്രീ ജാസ്തിന്റെ കുപ്പായി ഫ്രീ ആയിട്ട് കൊടുക്കുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടി എന്റെ ഏട്ടൻ പോലും പറയാൻ പറ്റില്ലല്ലോ. എന്റെ ചേച്ചി എന്തുപോലും വരാത്തെ. നല്ല കഥ ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തമ്പടിച്ചിരിക്കും. നോക്ക്, എന്നാലും ഇവിടെ നിന്ന് ഇറങ്ങിക്കൂടെ? പോവായിരുന്നു അല്ലേ? ഫസ്റ്റ് ശമ്പള 2 കയ്യിലാൽക്കുന്ന കഴിയുള്ളൂ. ഇതോടുകൂടി നോമ്പൊക്കെ കഴിഞ്ഞു. എന്തൊക്കെയാ വർത്താനം? ആരൊക്കെ പെരുന്നാൾ പൈസ തന്നു? മാമ മാത്രം. പാരന്റ്സ് മാത്രം. ഇമ്മ ഇപ്പം ഒരു ഷൂ തന്നു അല്ലേ? ഷൂ പെരുന്നാൾ പൈസ തന്നോ? ഇപ്പൊ തന്നു. രാവിലെ ചിക്കനും വന്ന് കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊടുത്തു. ജംഷേറിന്റെ പെരുന്നാൾ പൈസ താങ്ക് യു. കിട്ടി ബോധിച്ചോ? ഓക്കെ, കരച്ചിലും വീഴ്ചയിലൊക്കെ എല്ലാവർക്കും മാറട്ടെ. ഓക്കെ. +2 റിയാൽ. എവിടെ? +2 റിയാൽ. ഈദിനിക്ക് +2 റിയാൽ എന്ന് വെച്ചാൽ ഈദിനിക്ക് എക്സ്ട്രാ 2 റിയാൽ. എവിടുന്ന്? ഒരെണ്ണം അവർ തന്നെ.